ഫൈൻഡ് എക്സ്, എക്സിനെ കണ്ടുപിടിക്കുക. പല കുട്ടികളും ഉത്തരം മുട്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാത്സിലെ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പല വലിയ ക്വസ്റ്റ്യൻസിലും നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ചെറിയൊരു സിമ്പിൾ മെത്തേഡ് വഴി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് നോക്കാം. ഞാനിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. എക്സ് പ്ലസ് 5 ഈക്വൽ ടു 12. ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത് ഈ ഒരു ഈക്വൽ ടു സൈൻ ആണ്. നമ്മളിവിടെ ബോർഡർ ആയിട്ട് വെച്ചിരിക്കേണ്ടതാണ് ഈ ഒരു ഈക്വൽ ടു ഓർ സമം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിമ്പല്. നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു എക്സിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഈക്വൽ ടു ബോർഡർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ ബോർഡറിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു സൈഡ്, എക്സ് ഏത് സൈഡിലാണോ ആ സൈഡിൽ എക്സിനെ മാത്രം ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അപ്പം ഇവിടെ എക്സിന്റെ കൂടെ ആരാ ഉള്ളത്? +5 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു +5നെ നമ്മൾ ഈ ബോർഡർ കടത്തിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റണം. ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു ബോർഡർ കടക്കുന്ന ഏതൊരു സംഖ്യയും ഈ ബോർഡർ കടക്കുന്ന സമയത്ത് അതിന്റെ സ്വഭാവം മാറും. അതായത് അതിന്റെ ചിഹ്നങ്ങൾ. ഇപ്പൊ ഇവിടെ നമുക്ക് 5ന് പ്ലസ് സൈൻ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ബോർഡർ കടത്തുന്ന സമയത്ത് ആ പ്ലസ് എന്ത് ചെയ്യും? മൈനസ് ആവും. അതേപോലെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആവും. അങ്ങനെയാണ് ചിഹ്നങ്ങൾ മാറുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു +5നെ ഈ ബോർഡർ കടത്തിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാം. അപ്പൊ ഈ +5 എന്ത് ചെയ്യും? അവിടെ എത്തുമ്പോൾ -5 ആവും. അപ്പൊ ഇവിടെ എക്സ് ഒറ്റക്കായില്ലേ? അപ്പൊ എന്താണ് വരിക? എക്സ് ഈക്വൽ ടു 12 -5 എന്ന് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എക്സ് ഈക്വൽ ടു 12 -5 എത്രയാണ്? 7. അപ്പൊ നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ മെത്തേഡിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ബോർഡർ മാജിക് റൂളാണ് എല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ടത്. ഏത് വലിയ കണക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഈക്വൽ ടു സൈനിനെ നിങ്ങൾ ബോർഡർ ആയിട്ട് കണക്കാക്കുക. അതിന് ലെഫ്റ്റും ഉണ്ടാവും, റൈറ്റും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സൈഡ്, എക്സ് എവിടെയാണുള്ളത് ആ സൈഡിൽ എക്സിനെ ഒറ്റപ്പെടുത്തുക. എക്സിന്റെ കൂടെയുള്ള എല്ലാവരെയും ബോർഡർ കിടത്തി അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുക. അപ്പൊ ഒന്ന് മനസ്സിൽ വെക്കേണ്ടത് എന്താണ്? ഈ ഒരു ബോർഡർ കടത്തുന്ന സമയത്ത് ഏതൊരു സംഖ്യന്റെയും സൈൻ എന്ത് ചെയ്യും? ചേഞ്ച് ആവും. പ്ലസ് ഉള്ളത് മൈനസ് ആവും, ഇൻറ്റു ഉള്ളത് ഡിവിഷൻ ആവും. അങ്ങനെ സൈൻ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു റൂൾ എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിനായിട്ട് എൻ്റെ ഈ ഒരു പേജ് നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.